യൂസ് ഞാൻ ഈ മരം 3 വർഷത്തിന് മുമ്പ് ഇവിടെ സ്ലോട്ടർ ചെയ്തതാണ്. ആ സ്ലോട്ടർ ചെയ്ത് തന്നെ ഈ ചെറുപ്പത്തിൻ്റെ മണ്ണും ചാണകവും ആ പിണ്ണാക്കും എല്ലാം കൂട്ടി കുഴച്ച് കെട്ടി കഴിയുമ്പോൾ വേഗം പട്ട വളർന്നു. ആ പട്ട വളർന്ന സമയത്ത് ഇപ്പം 3 വർഷം കഴിഞ്ഞതേ ഉള്ളൂ ഈ മരം വെട്ടിയിട്ട്. അതാണെന്നാണ് ഞാൻ ഇപ്പോൾ സ്ലോട്ടർ ചെയ്യുന്നത്. ആ സ്ലോട്ടർ ചെയ്യുമ്പോഴത്തേനും ഇപ്പം ഇവിടെ വന്നിട്ട് ഇത്രയും ദിവസം ഇത്രയും വെട്ടിയപ്പോഴത്തേനും എന്നെ പാല് കിട്ടുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ വെട്ടിപ്പോകാം. ഞാൻ അങ്ങേപ്പത്തെ പട്ടയാണ് വെട്ടിക്കൊണ്ടിരുന്നത്. അവിടെ ഇതിനേക്കാൾ കൂടുതൽ പാല് കിട്ടുന്നുണ്ടായിരുന്നു. ഇവിടെ പാല് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയത്. ഇപ്പം 3 വർഷം കഴിയുമ്പോഴത്തേനും ഇത്രയും പട്ട വളർന്നു. മഴക്കാലത്ത് വെട്ടുന്നില്ല. മഴക്കാലത്ത് പ്ലാസ്റ്റിക് ഇട്ട് ഞാൻ പ്ലാസ്റ്റിക് ഇട്ട് വെട്ടുന്നുള്ളൂ. ആണോ? നമുക്ക് പ്ലാസ്റ്റിക് ഇട്ട് വെട്ടുന്ന കാര്യമില്ലല്ലോ പറഞ്ഞ. അല്ല, ഞാൻ നേരത്തെ അവിടുത്തെ വെട്ടാൻ ചെയ്യുന്നതിന് അവിടെ ഞാൻ പ്ലാസ്റ്റിക് ഇട്ട് വെട്ടി. അതെയല്ലേ? അന്നേരം ഇതിനേക്കാൾ നല്ല പാലാണ്. ഏത് സമയത്ത് വെട്ടിയാലും ഇതിന് പാലുണ്ട്. അതെയല്ലേ? ഈ പറയുന്ന ദൈവം നമുക്ക് കനിഞ്ഞ് കടാക്ഷിച്ച് തന്നിരിക്കുന്നതാണ് ചെതൽപ്പുറ്റിൻ്റെ മണ്ണ്. ആ ചെതൽപ്പുറ്റിന് തന്നെ പ്രകൃതിയും തന്നെ ഉള്ള മണ്ണാണ്. അതാണ് പ്രകൃതി ചികിത്സക്കാർ പോലും ആ മണ്ണാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു മുറിവാടിൽ വന്നു കഴിഞ്ഞാൽ അത് വേഗം അങ്ങ് കരിയും. തേനിനെ ചെതൽപ്പുറ്റിന് അകത്തൊക്കെ ഇപ്പം തമ്പുരാൻ കർത്താവ് പോലും ആ അന്തൻ്റെ കണ്ണെ ശരിയാക്കിയതേ ഈ തുപ്പൽ ഉപയോഗിച്ച ഈ ഇതിനകത്ത് മണ്ണിലെ അതെ എന്ന് പറഞ്ഞാൽ ഈ തേനെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ സലൈവയും കൂടെ കൂടിയാ വരുന്നത് അല്ലേ? പൂക്കളിൽ നിന്ന് കിട്ടുന്നത് ഈ ചെതൽ ഈ പറഞ്ഞ പോലെ അതെങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നത്? അതിനകത്ത് അതിൻ്റെ സലൈവ വന്നിട്ട് കാണും. അപ്പോൾ ചില ഒരു സമ്പുഷ്ടീകരണം നടക്കുന്നുണ്ട്. അതിനകത്ത് തന്നെ ഒരു ഇത് കാണുമായിരിക്കും ചിലപ്പോൾ ആ മണ്ണിനെ കാണുമായിരിക്കും. എന്താണെങ്കിലും കൊള്ളാം. ഇത് വെച്ച് കഴിഞ്ഞാൽ തന്നെ കൈമരത്തിനാണേലും വലിയ മരത്തിനാണേലും എല്ലാത്തിനും ഇത്രയും ദൂരെ നമ്മൾ എടുക്കുന്നുള്ളൂ. ഞാൻ ഇത്രയും ദൂരം 2 ചാണ് പോലും ഇല്ലല്ലോ. 9 ഇത് 4 ഇങ്ങനെ 1.5 പ്രാവശ്യമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇതിന്റെ 4 അങ്ങ് ഭാഗിക്കും. വണ്ണം കൂടിയ മരമാണെങ്കിൽ 4 ഭാഗവും, വണ്ണം കുറഞ്ഞ മരമാണെങ്കിൽ ഇത്രയും ദൂരെ വെട്ടേണ്ട പ്രശ്നം വരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ അല്ലേ? മരം വെട്ടിയാൽ ഇതിന് ഒരുപാട് വേണം. നമ്മൾ ഒത്തിരി വെട്ടിയിട്ട് വലിയ കാര്യമില്ലെന്നാണോ? ഒത്തിരി വെട്ടിയിട്ട് ഒരു കാര്യവുമില്ല. കാരണം എന്ന് വെച്ചാൽ മരുന്ന് വെച്ചാണ് ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ചിലർ ഇവിടെ നിന്ന് വെട്ടാൻ തുടങ്ങിയാൽ അപ്പുറത്തോടെ വന്നിട്ട് 3 പ്രാവശ്യമൊക്കെ ചുറ്റുന്നതാണ്. എൻ്റെ വീഡിയോയിൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്ലോട്ടർ വെട്ടുന്നത് ഇത്രയും വെട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് മരത്തിന് വലിയ ഇതിന് സ്വല്പം വെട്ടിയാൽ മതി. ഇതിന് ഒരുപാട് കാര്യങ്ങൾ ഇതിനുണ്ടല്ലോ. ഇതിനെ വേദനിപ്പിക്കുന്നത് കുറച്ച് ഭാഗം വേദനിപ്പിച്ചാൽ ന്യായമായ രീതിയിലുള്ള വേദനിപ്പിക്കൽ മതി. ഒരുപാട് വെട്ടി അങ്ങ് മറിയണ്ട. ഇത് സ്ലോട്ട് വെട്ടുമ്പോൾ ഇവിടെ തൊട്ട് ഇവിടം വരെ വെട്ടുന്നതിന് നമുക്ക് വലിയൊരു വിഷമമില്ല. ശരീരത്തിനൊന്നും വലിയ വിഷമമില്ല. പക്ഷേ ഇവിടെ നിന്ന് വരുമ്പോൾ ഈ പാല് നമുക്ക് ഈ മാത്രമല്ല നമ്മൾ നിൽക്കുന്നത് നമ്മൾ ചോട് പറിക്കേണ്ട കാര്യം പോലും ഇല്ല. നിൽക്കുന്നിടത്ത് നിന്ന് വെട്ടാനല്ലേ ഉള്ളൂ. നിൽക്കുന്നിടത്ത് ഇവിടം വരെ വെട്ടുന്നത് ഞാൻ ഇത്രയും ഇവിടം വരെ വെട്ടി. ഇവിടെ വരെ വെട്ടി കഴിയുമ്പോൾ രണ്ടാമത് പിന്നെ സ്ലോട്ടാണ് ഇവിടെ ചെയ്യുന്നത്. എനിക്ക് എത്തുന്ന രീതിയിലേ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു കാമധേനുവിനെ പോലെ ഒരു അക്ഷയപാത്രമാണ്. അക്ഷയപാത്രമാണ്. ഇത് വർഷങ്ങൾ നിൽക്കും. എത്ര വർഷം വെട്ടിയാലും എനിക്കുള്ളത്. അതിനെ നമ്മൾ ഈ സ്ലോട്ടർ എന്നുള്ള വാക്ക് തന്നെ തെറ്റാ. ശരിക്കും പറഞ്ഞാൽ അതിനെ കൊല്ലുക. മറ്റേത് സ്ലോട്ടർ വെട്ടുക എന്നൊക്കെ പറഞ്ഞാലേ പിന്നെ പിറ്റേ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള കൊല്ലാൻ വേണ്ടി ഇത് വളർത്തുകയും അതോടൊപ്പം നമ്മൾ ചെറിയ ആദായം എടുക്കുകയും ഈ പശുവിനെ വളർത്തുന്ന പോലെ തന്നെ അതിൻ്റെ പാല് മേടിക്കുകയും അതിന് നന്നായിട്ട് ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്യുക. കഴിഞ്ഞു. ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു.